Twinkle, twinkle, little star. Hello, surprise, surprise. The Clown. ക്ലൗൺ. കുറെ ആളുകൾക്ക് പ്രേതത്തെയോ ആത്മാവിനെയോ കാണുന്നതിനേക്കാൾ പേടിയായിരിക്കും ഒരു ക്ലൗണിനെ കണ്ടാൽ. ഈ കഥയും ഇതുപോലെ ഒരു ക്ലൗണിൻ്റേത് തന്നെയാണ്. അതിനോടുള്ള ഭയം കാരണം ബെറിക് ടൗൺ എന്ന ചെറിയ പട്ടണത്തിലെ ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് തന്നെ നിർത്തി. ഇന്ന് അന്നയുടെ 13th ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ അമ്മ മാഗനും അച്ഛൻ സ്റ്റീവും വീട് മുഴുവൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന രാവിലെ മുതലേ റൂമിന്റെ ഡോർ തുറന്നിട്ടില്ല. അപ്പോൾ അന്നയുടെ പേരൻസ് അവളുടെ റൂമിന്റെ ഡോറിന്റെ അടുത്ത് പോയി അവളെ വിളിക്കുന്നു. പക്ഷെ അവൾ ഉള്ളിൽ നിന്ന് ഒന്നും മിണ്ടുന്നില്ല. കുറച്ചു നേരത്തിനു ശേഷം ഉള്ളിൽ നിന്ന് കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വീണ്ടും അന്നയോട് വാതിൽ തുറക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ അവരോട് ഉച്ചത്തിൽ പറഞ്ഞു, നിർത്തൂ നിർത്തൂ. അപ്പോൾ അമ്മ ചോദിച്ചു, എന്തു പറ്റി മകളെ? അപ്പോൾ അവൾ മറുപടി പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ രണ്ടുപേരും കാരണമാണ്. ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് തിരിച്ചു പോരാൻ കഴിയാത്ത അവസ്ഥയിലാണ്. എന്നെ ഒന്ന് വെറുതെ വിടുവോ? ഇവിടെ നിന്ന് പോ. അവളുടെ ബെഡിൽ ഒരു ഡോൾ ഉണ്ടായിരുന്നു, ഒരു ക്ലൗണിന്റെ ഡോൾ. അവൾ അതിനെ എടുത്ത് കെട്ടിപ്പിടിച്ച് കരയുന്നു. ആദ്യം അന്ന നല്ല ആക്റ്റീവ് സ്മാർട്ടുമായ കുട്ടിയായിരുന്നു. 3 മാസം മുമ്പ് അവൾ പാർക്കിൽ കളിക്കുമ്പോഴാണ് ആ ക്ലൗൺ ഡോളിനെ കിട്ടിയത്. അന്നു മുതൽ അവൾ ദിവസേന മാറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളോട് നല്ല രീതിയിൽ സംസാരിക്കാതിരിക്കുക, പാരൻസിനോട് ദേഷ്യപ്പെടുക, റൂമിൽ മണിക്കൂറോളം ലോക്ക് ചെയ്തിരിക്കുക. എപ്പോഴും അവളുടെ ക്ലൗൺ ഡോളിന്റെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നയുടെ പാരൻസ് കരുതി അത് ടീനേജർ ആവുന്നതിന്റെ മാറ്റങ്ങളായിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുണ്ട്. ഇന്ന് അന്ന ദേഷ്യത്തിൽ ശബ്ദിച്ചതിന് ശേഷം അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ സ്റ്റീവ് അവളെ സമാധാനിപ്പിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ അന്നയുടെ കൂടെ ആ ക്ലൗൺ ഡോൾ ഇല്ല. പക്ഷെ ഒരു ക്ലൗൺ അവളുടെ അടുത്തിരുന്ന് അവളുടെ കണ്ണുനീർ തുടക്കുകയായിരുന്നു. ഇപ്പോൾ അന്നയുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം വിശ്വസനീയമായിരുന്നില്ല. പക്ഷെ അതിനേക്കാൾ വലുത് നടക്കാനിരിക്കുകയായിരുന്നു. അത് ബെറിക് ടൗണിലെ എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ചെറുപ്പക്കാരനായ റോബിൻ രാത്രി സൈക്കിളിൽ അവന്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. പെട്ടെന്ന് ഇടിയും മിന്നലും വരാൻ തുടങ്ങി. കൂടെ വലിയ രീതിയിൽ മഴ പെയ്യാനും തുടങ്ങി. റോബിന് ഇപ്പോൾ സൈക്കിൾ ഓട്ടുന്നതിൽ വളരെയധികം പ്രയാസമുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവൻ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവന്റെ മുന്നിൽ ഒരാൾ കുറെ ബലൂണുകളുമായി റോഡിന്റെ നടുവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആരായിരിക്കും അയാൾ? ബലൂൺ കാരണം അയാളുടെ മുഖം കാണുന്നില്ലായിരുന്നു. അയാളുടെ മേൽ തട്ടാതിരിക്കാൻ വേണ്ടി റോബിൻ ഹാൻഡിൽ തിരിച്ചപ്പോൾ സൈക്കിൾ വളക്കി അവൻ നിലത്ത് വീണതുകൊണ്ട് അവന്റെ കാലിന് മുറിവ് പറ്റിയിരുന്നു. അവൻ ബലൂണുകൾ കൊണ്ട് മറഞ്ഞ ആ മനുഷ്യനെ എല്ലായിടത്തും നോക്കി. പക്ഷെ അയാൾ അവിടെ അടുത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് അയാൾ റോബിന്റെ മുന്നിൽ റോബിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് മറ്റാരുമല്ല, അതൊരു പേടിപ്പെടുത്തുന്ന ക്ലൗൺ ആയിരുന്നു. അതിനെ കണ്ട റോബിൻ പേടിച്ചുപോയി. അവന് ഒന്നും ചെയ്യാനോ പറയാനോ കഴിയുന്നില്ല. റോബിൻ രാത്രി ആയിട്ടും വീട്ടിലെത്താത്തത് കൊണ്ട് അവന്റെ പേരൻസ് എല്ലായിടത്തും അന്വേഷിച്ചു. പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല. എവിടെ നിന്നും ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ട് അവർ പോലീസിനെ അറിയിച്ചു. ആ പട്ടണത്തിൽ മുഴുവൻ ഇപ്പോൾ റോബിനെ തിരയാൻ തുടങ്ങി. അപ്പോൾ ഒരു പോലീസുകാർ റോബിൻ സൈക്കിളിൽ നിന്ന് വീണ റോഡിലൂടെ പോവുകയായിരുന്നു. റോബിന്റെ സൈക്കിൾ കണ്ട് ആ പോലീസുകാർ നിർത്തി. അതിൽ നിന്ന് 2 ഓഫീസേഴ്സ് പുറത്തിറങ്ങി. അവർ റോഡിന്റെ അപ്പുറത്തുള്ള ഒരു മരത്തേക്ക് നോക്കിയപ്പോൾ അവരുടെ ശ്വാസം തന്നെ നിന്നതുപോലെയായി. അപ്പോൾ അതിൽ ഒരാൾ അവരുടെ മെയിൻ ഓഫീസറിനെ കോൾ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ആരോ ആ റോബിനെ കൊന്ന് മരത്തിന്മേൽ തൂക്കിയിട്ടിട്ടുണ്ട്. അത് കേട്ട അയാൾ ഞെട്ടിപ്പോയി. റോബിൻ മരിച്ചിരുന്നു. ആ ക്ലൗണിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ബലൂൺ ഇപ്പോൾ അവന്റെ മേൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പേടിപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ റോബിന്റെ മുഖത്ത് ഒരു ക്ലൗണിന്റെ മേക്കപ്പും ഉണ്ടായിരുന്നു. അതേസമയം ആ രാത്രി അവസാനം അന്നയുടെ മുഖത്ത് സന്തോഷം വന്നു. അവൾ ഡോൾ പോലെയുള്ള ആ ക്ലൗണിന്റെ കൂടെ അവളുടെ റൂമിൽ ഡാൻസ് ചെയ്യുകയാണ്. റോബിന്റെ മരണം കാരണം ആ പട്ടണം മുഴുവൻ ഇപ്പോൾ ഞെട്ടിയിരിക്കുന്നു. പക്ഷെ ആർക്കെങ്കിലും അറിയോ റോബിന്റെ മരണം വെറും ഒരു തുടക്കമായിരുന്നു എന്ന്? ഇനി എപ്പിസോഡ് 2 തുടരാം. റോബിന്റെ ഭയാനകരമായ മരണം കാരണം ബെറിക് ടൗൺ സിറ്റി മുഴുവൻ ഇപ്പോൾ അവനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എല്ലാ ന്യൂസ് ചാനലുകളിലും ഇപ്പോൾ റോബിന്റെ ഡെഡ് ന്യൂസ് ആണ് ഓടുന്നത്.
ആ ന്യൂസിൽ സീനിയർ പോലീസ് ഓഫീസർ ആയിട്ടുള്ള ജെറാൾഡ് പറയുന്നുണ്ട്, ഞങ്ങൾ തീർച്ചയായും ഇത് ചെയ്തവരെ കണ്ടെത്തുമെന്ന്. ഈ ന്യൂസ് എല്ലാം ജോണി അവന്റെ വീട്ടിലെ ടിവിയിൽ കാണുന്നുണ്ടായിരുന്നു. ജോണി റോബിന്റെ ഫ്രണ്ടും ക്ലാസ്മേറ്റും ആയിരുന്നു. കഴിഞ്ഞ രാത്രി റോബിൻ മരിക്കുന്നതിന് മുമ്പ് റോബിൻ ജോണിയുടെ വീട്ടിൽ ഹാങ് ഔട്ട് ചെയ്യുകയായിരുന്നു. ജോണിയും റോബിന്റെ ഡെഡ് ന്യൂസ് കണ്ട് പേടിച്ചിരുന്നു. അപ്പോൾ അവന്റെ അമ്മ വന്ന് ടിവിയുടെ ചാനൽ ചേഞ്ച് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നീ ഈ ന്യൂസ് കാണുന്നത് നിർത്ത്, ഞങ്ങൾ റോബിന്റെ വീട്ടിൽ പോയിട്ട് വരാം, നീ പുറത്തേക്കൊന്നും ഇറങ്ങരുതുട്ടോ. അങ്ങനെ ജോണിയുടെ പേരൻസ് റോബിന്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ജോണി വീണ്ടും ന്യൂസ് ചാനൽ ഓൺ ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ടിവിയുടെ സിഗ്നൽ എല്ലാം പോവാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ വീട്ടിലെ ലൈറ്റ്സും ഓഫ് ആവാൻ തുടങ്ങി. അപ്പോൾ ടിവിയും ഓഫായി. പക്ഷെ പെട്ടെന്ന് ടിവി വീണ്ടും ഓൺ ആയി. ഇപ്പോൾ ടിവിയിലുള്ളത് കണ്ട് ജോണി പേടിച്ചുപോയി. ആ ടിവിയുടെ സ്ക്രീനിൽ ഇപ്പോൾ പേടിപ്പെടുത്തുന്ന ഒരു ക്ലൗൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. സർപ്രൈസ് സർപ്രൈസ്. ടിവിയിൽ ആ ക്ലൗൺ ചിരിക്കുന്നതോടൊപ്പം വീട്ടിലെ ലൈറ്റ്സ് എല്ലാം മങ്ങി കത്താൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് ആ ക്ലൗൺ ടിവിയുടെ പുറത്തേക്ക് വന്നു. Twinkle, twinkle, little star. അന്നയുടെ വീട് ഇപ്പോഴും ഡെക്കറേറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഇന്നും അവൾ മനസ്സില്ലാ മനസ്സോടെ സ്കൂളിൽ പോയിട്ടുണ്ട്. പക്ഷെ അന്നയുടെ അമ്മ മേഗൻ പേടിച്ചിരുന്നു. എന്തെന്നാൽ വൈകുന്നേരം 6 മണി ആയിരുന്നു. പക്ഷെ അന്ന ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. സ്കൂൾ 3 മണിക്ക് വിടുന്നതാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയായാലും അവൾ ഇപ്പോൾ വീട്ടിലെത്തേണ്ടതാണ്. അവരുടെ അയൽവാസികളുടെ മക്കളെല്ലാം വീട്ടിലെത്തിയിരുന്നു. ഇപ്പോൾ ബെറിക് ടൗണിൽ നടക്കുന്നതെല്ലാം കാരണം ആൾറെഡി മേഗൻ വളരെ ഭയപ്പെട്ടിരിക്കുകയാണ്. അവൾ സ്റ്റീവിനെ കോൾ ചെയ്ത് എല്ലാം പറഞ്ഞു. സ്റ്റീവും ഇത് കേട്ടപ്പോൾ പേടിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങി അന്നയെ തേടാൻ പുറപ്പെട്ടു. മറ്റൊരു സ്ഥലത്ത് ജോണിയുടെ പേരൻസ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവരുടെ ജീവൻ തന്നെ പോയതുപോലെയായി. ജോണി വീടിന്റെ ഫാനിന്മേൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ അവന്റെ മേൽ കുറെ ബലൂണുകൾ കെട്ടിവെച്ചിരിക്കുന്നു. റോബിന്റെ മുഖത്തുണ്ടായിരുന്നത് പോലത്തെ ക്ലൗണിന്റെ മേക്കപ്പ് ഇപ്പോൾ ജോണിയുടെ മുഖത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ ബെറിക് ടൗണിൽ മറ്റൊരു മർഡറും കൂടെ നടന്നിരിക്കുകയാണ്. ജോണി ഇപ്പോൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നു. പക്ഷേ ബെറിക് ടൗണിലെ പോലീസിന്റെ കയ്യിൽ ഒരു ക്ലൂ പോലും കിട്ടിയിരുന്നില്ല. ഡിപ്പാർട്ട്മെന്റിലെ മോസ്റ്റ് പ്രോമിസിംഗ് ഓഫീസർ ആയിട്ടുള്ള ഓഫീസർ ജെറാൾഡ് കുറച്ചു മാസം മുമ്പാണ് ബെറിക് ടൗണിലേക്ക് ട്രാൻസ്ഫർ ആയത്. ജെറാൾഡ് ആൾറെഡി ഹൈ പ്രൊഫൈൽ മിസ്റ്ററി കേസസ് സോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ എങ്ങനെയാണ് ഈ കില്ലർ കൊല ചെയ്യുന്നതെന്ന് ജെറാൾഡിന് മനസ്സിലാവുന്നില്ല. മർഡർ ലൊക്കേഷനിൽ ആരുടെയും ഒരു ഫിംഗർ പ്രിന്റ്സ് പോലുമില്ല. എവിഡൻസ് നോക്കുകയാണെങ്കിൽ ആകെ ഉള്ളത് കുറച്ച് മേക്കപ്പ് ബലൂൺസ് മാത്രമാണ്. പക്ഷെ മരിച്ചവരുടെ മുഖത്തുള്ള ക്ലൗണിന്റെ മേക്കപ്പ് ജെറാൾഡിനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ തന്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് സിറ്റിയിലുള്ള എല്ലാ സർക്കസ് ഓർ ക്ലൗൺകാരെ വിളിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. മറ്റൊരിടത്ത് ആർക്കും അന്നയെ കുറിച്ച് ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ലായിരുന്നു. സ്റ്റീവും മേഗനും പേടിച്ചുകൊണ്ട് ബെറിക് ടൗൺ മുഴുവൻ അന്നയെ അന്വേഷിക്കുകയാണ്. അപ്പോൾ സ്റ്റീവിന് ഒരു കോൾ വന്നു. അവന്റെ ഫ്രണ്ട് പീറ്റർ പറഞ്ഞു അന്ന ബെറിക് ടൗൺ ഗ്രേവ്യാർഡിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ സ്റ്റീവും മേഗനും ബെറിക് ടൗൺ ഗ്രേവ്യാർഡിലേക്ക് പോയി. അവിടെ എത്തിയ അവർ അന്നയുടെ സൈക്കിൾ ഗ്രേവ്യാർഡിന്റെ പുറത്ത് കണ്ടു. അവർ വേഗം തന്നെ ഉള്ളിലേക്ക് പോയി. അന്ന ആ ഗ്രേവ്യാർഡിന്റെ ഉള്ളിൽ ഇരുന്ന് കരയുകയായിരുന്നു. അവളുടെ മുഖത്ത് ക്ലൗൺ ചിരിക്കുന്നത് പോലത്തെ ഒരു ചുവപ്പ് പെയിന്റ് ഉണ്ടായിരുന്നു. പിന്നെ അവളുടെ കണ്ണിന്റെ ചുറ്റും കറുപ്പ് പെയിന്റ് ഉണ്ടായിരുന്നു. ഭയപ്പെട്ടിരുന്ന മേഗൻ പെട്ടെന്ന് തന്നെ അന്നയെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ അവർ അന്നയെ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ തുടങ്ങി. ഗ്രേവ്യാർഡിൽ നിന്ന് പുറത്തു കടക്കാൻ നേരത്ത് അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം അവളുടെ റൂമിൽ ഉണ്ടായിരുന്ന ആ ക്ലൗണിനെ കണ്ടു. അത് അന്നയോട് ചിരിച്ചുകൊണ്ട് ബായ് പറഞ്ഞു. പക്ഷെ അന്ന ഒന്നും റിയാക്ട് ചെയ്തില്ല. അവൾ ആ ക്ലൗണിനെ നോക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇടിയും മിന്നലും മഴയും പെയ്യാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് ആ സാധാരണ രീതിയിലുള്ള ആ ക്ലൗൺ പെട്ടെന്ന് റോബിനും ജോണിയും മരിക്കുന്നതിന് മുമ്പ് കാണിച്ച ആ പേടിപ്പെടുത്തുന്ന ക്ലൗൺ ആയി മാറി. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ സീരിയസ് ആവാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഓഫീസർ ജെറാൾഡിന് ഈ കേസിനെ കുറിച്ചുള്ള ആദ്യത്തെ ക്ലൂ കിട്ടുകയാണ്. അപ്പോൾ തന്നെ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ള ഒരാൾ വന്ന് പറഞ്ഞു, സർ, ഒരു ക്ലൗണിനെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഐ തിങ്ക് യു ഷുഡ് സീ ഇറ്റ്. അങ്ങനെ ജെറാൾഡ് കോൺഫറൻസ് റൂമിൽ എത്തിയപ്പോൾ അവിടെ കുറച്ച് ഫോട്ടോസ് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് ജെറാൾഡ് ഷോക്കായി. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ള ഒരാൾ പറഞ്ഞു, സർ, ഇന്നേക്ക് 10 വർഷം മുമ്പ് പോലീസ് ജെയിംസ് എന്നൊരു സീരിയൽ കില്ലറിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അയാൾ ജോലിയിൽ ഒരു ക്ലൗൺ ആയിരുന്നു. അവൻ അവന്റെ സർക്കസ് ടീമിലെ എല്ലാവരെയും കൊന്നിരുന്നു. അങ്ങനെ അവൻ 12 കൊലപാതകം ചെയ്തിരുന്നു. പോലീസ് പെട്ടെന്ന് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് ഇത് ജനങ്ങളിലൊന്നും വല്ലാതെ പരന്നിരുന്നില്ല. ജെയിംസ് മെന്റലി അൺസ്റ്റേബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ബെറിക് ടൗണിലെ മെന്റൽ അസൈലമിൽ ആക്കിയിരുന്നു. പേടിപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ ജെയിംസ് കൊന്ന എല്ലാവരുടെയും മുഖത്ത് ക്ലൗണിന്റെ മേക്കപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ജെയിംസ് മെന്റൽ അസൈലമിന്റെ ഉള്ളിൽ വെച്ച് തന്നെ സൂയിസൈഡ് ചെയ്തിരുന്നു.
ആ രാത്രി ഓഫീസർ ജെറാൾഡ് ഇതെല്ലാം അറിഞ്ഞപ്പോൾ അയാളുടെ തലയിൽ ആകെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. എന്തെന്നാൽ ജെയിംസ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ആരാണ് ചെയ്യുന്നത്? അപ്പോൾ ജെറാൾഡ് തന്റെ ഓഫീസറിനോട് ജെയിംസിനെ കുറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അന്വേഷിക്കാൻ പറഞ്ഞു. കൂടെ ബെറിക്ടൗണിലെ സെക്യൂരിറ്റി ഫോഴ്സ് ഇംപ്രൂവ് ചെയ്യാനും ഓർഡർ ഇട്ടു. മറ്റൊരിടത്ത് അന്നയുടെ പാരന്റ്സ് ഇന്നലെ നടന്നത് കാരണം വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അവർ അവളോട് ചോദിച്ചു, നീ ഇന്നലെ ആ ഗ്രേവ്യാർഡിൽ എങ്ങനെയാണ് എത്തിയത്? പക്ഷെ അന്ന ഒന്നും പറയുന്നില്ലായിരുന്നു. അന്നയുടെ ഈ പ്രോബ്ലംസ് എല്ലാം കണ്ട് മേഗൻ അവളെ ഒരു തെറപ്പിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തു. ഡോക്ടർ റീറ്റ ബെറിക്ടൗണിലെ ഒരു റിനൗഡ് ചൈൽഡ് തെറപ്പിസ്റ്റ് ആയിരുന്നു. ആ ദിവസം അവൾ ലീവ് ആയിരുന്നു. പക്ഷെ അന്നയുടെ പാരന്റ്സിന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് കാരണം അന്നയെ അവരുടെ ഹോം ക്ലിനിക്കിലേക്ക് വിളിച്ചു. മേഗൻ അന്നയെ സ്കൂളിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് നേരെ ഡോക്ടർ റീതയുടെ ഹോം ക്ലിനിക്കിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ അന്നയുടെ കൂടെ ആ ക്ലൗൺ ഡോൾ ഉണ്ടായിരുന്നു. മേഗൻ അവളോട് അത് കാറിൽ വെച്ച് ഉള്ളിലേക്ക് വരാൻ പറഞ്ഞു. മേഗൻ അന്നയെ ഡോക്ടറിന്റെ റൂമിൽ ഇരുത്തി അവൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഡോക്ടർ റീത അന്നയോട് ചോദിച്ചു, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. നീ എന്നോട് പറയ്, നീ എന്തിനാ ഇന്നലെ ഗ്രേവ്യാർഡിൽ പോയത്? അന്ന ഡോക്ടറെ നോക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അവൾ നിലത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഡോക്ടർ റീത ചോദിച്ചു, നിനക്ക് എന്തു വേണേലും എന്നോട് പറയാം. നീ എന്നെ ഒരു ഫ്രണ്ടായിട്ട് കൂട്ടിക്കോ. സ്കൂളിൽ നിന്നെ ആരെങ്കിലും പ്രയാസപ്പെടുത്തുന്നുണ്ടോ? ഈ ചോദ്യം കേട്ടപ്പോൾ അന്ന ഡോക്ടറെ നോക്കി ഒന്ന് ചിരിച്ചു. അപ്പോൾ അന്ന പറഞ്ഞു, കുറച്ച് സീനിയേഴ്സ് എന്നെ പ്രയാസപ്പെടുത്തിയിരുന്നു, പക്ഷെ ഇനി അവരത് ചെയ്യില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നോക്ക് അന്ന, എനിക്ക് മനസ്സിലാവും. നിന്റെ ഏജിൽ നിനക്ക് തോന്നും നീ ഒറ്റക്കാണെന്ന്. നിങ്ങളോട് ആരാ പറഞ്ഞ ഞാൻ ഒറ്റക്കാണെന്ന്? അന്നയോട് സംസാരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കാര്യമില്ലാതെ പോവുകയാണ്. അങ്ങനെ ഡോക്ടർ റീത അന്നക്കൊരു ചോക്ലേറ്റ് കൊടുത്ത് അവളെ പുറത്തു പോയി ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് മേഗനെ ഉള്ളിലേക്ക് വിളിച്ചു. അവർ സംസാരിക്കാൻ തുടങ്ങി. റൂമിന്റെ ഡോർ കുറച്ച് തുറന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അന്ന കേൾക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ മേഗനോട് അന്നക്കുള്ള മരുന്നിനെ കുറിച്ച് പറയുകയാണ്. പക്ഷെ ഈ പറയുന്നത് അന്നക്ക് അത്രയങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവർ പോവാൻ വേണ്ടി കാറിൽ പോയിരുന്നു. അന്നയുടെ മോം കാർ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് അന്ന പറഞ്ഞു, എന്റെ ബാഗ് ഞാൻ ഡോക്ടറിന്റെ റൂമിൽ മറന്നുപോയി എന്ന്. ഞാനത് എടുത്തിട്ട് ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് അന്ന കാറിൽ നിന്ന് ഇറങ്ങി. അവളുടെ ആ ക്ലൗൺ ഡോൾ കാറിൽ നിന്ന് എടുത്ത് ഡോക്ടറിന്റെ റൂമിലേക്ക് കയറി. എന്നിട്ട് നേരെ അവളുടെ സ്കൂൾ ബാഗിന്റെ അടുത്ത് പോയി അതിൽ നിന്നൊരു കത്രിക എടുത്ത് നേരെ ഡോക്ടർ റീതയുടെ കഴുത്തിൽ കുത്തി. ഡോക്ടർ റീത വേദന കൊണ്ട് ആർക്കാൻ തുടങ്ങി. പക്ഷെ ആ ദിവസം അവളുടെ എല്ലാ സ്റ്റാഫ്സും ലീവായിരുന്നു. അവളുടെ ശബ്ദം കേൾക്കാൻ അവിടെ ആരും ഇല്ലായിരുന്നു. അന്ന കുറെ പ്രാവശ്യം കത്രിക കൊണ്ട് ഡോക്ടറെ കുത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ചോരത്തുള്ളികളെല്ലാം അന്നയുടെ മുഖത്ത് വീഴുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന എന്നാലും നിർത്തുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അന്നക്ക് ഭ്രാന്ത് പിടിച്ചിരുന്നു. നീ എന്നെ റെഡിയാക്കാൻ മാത്രമായോ? കുറച്ചു നേരത്തിന് ശേഷം അന്ന അവളുടെ ബാഗും ക്ലൗൺ ഡോളുമായി കാറിൽ വന്നിരുന്നു. അവൾ ഇപ്പോൾ ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവളുടെ മുഖത്തോ ഡ്രസ്സിലോ രക്തത്തിന്റെ ഒരു തുള്ളി പോലും ഉണ്ടായിരുന്നില്ല. മേഗൻ അന്നയുടെ മുഖത്ത് ഇങ്ങനെ ഒരു ചിരി കണ്ടിട്ട് കുറെ കാലമായിരുന്നു. അപ്പോൾ മേഗന് തോന്നി അന്നയെ തെറപ്പിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് നല്ലൊരു തീരുമാനമാണെന്ന്. പക്ഷെ അവൾക്ക് അറിയില്ലല്ലോ അത് നല്ലൊരു തീരുമാനമല്ല എന്ന്. മറ്റൊരിടത്ത് ഓഫീസർ ജെറാൾഡിന് കേസിൽ മുന്നോട്ട് പോവാനുള്ള ഒരു ക്ലൂ പോലും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ആ മേക്കപ്പ് ബലൂൺ ഒരു ഷോപ്പുകളിലും വിൽക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ സിറ്റിയിൽ ഒരു മർഡറും കൂടെ നടന്നിരിക്കുന്നു. പക്ഷെ ഇപ്രാവശ്യം ഒരു ടീനേജറിന്റേതായിരുന്നില്ല. സിറ്റിയിലെ റിനോഡ് തെറപ്പിസ്റ്റിന്റേതായിരുന്നു. അതായത് ഡോക്ടർ റീത. അടുത്ത ദിവസം രാവിലെ ഡോക്ടർ റീതയുടെ കേസ് ഫയൽ ജെറാൾഡിന്റെ അടുത്ത് കിട്ടിയപ്പോൾ അവളുടെ മുഖത്തും ആ സെയിം ക്ലൗണിന്റെ മേക്കപ്പ് ഉണ്ടായിരുന്നു. അയാൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. പെട്ടെന്ന് ആ കേസ് ഫയലിലുള്ള ഒരു പേര് ജെറാൾഡ് കണ്ടു. അതിൽ ഡോക്ടർ റീറ്റയുടെ ലാസ്റ്റ് കൺസൾട്ടേഷൻ ബില്ലിൽ എഴുതിയിട്ടുണ്ട് മേഗൻ സ്റ്റാൻലി, അതായത് അന്നയുടെ അമ്മ എന്ന്. അപ്പോൾ ജെറാൾഡ് ഓഫീസറിനോട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ എന്റെ കാർ ഓൺ ചെയ്യൂ. റോബിന്റെ മരണം കഴിഞ്ഞ് ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞിരുന്നു. പക്ഷെ ഇതുവരെയായിട്ടും ബെറിക്ടൗണിലെ കില്ലറെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് രാവിലെ ജെറാൾഡ് ഡോക്ടർ റീതയുടെ കേസ് ഫയൽ നോക്കിയപ്പോൾ അതിൽ അന്നയുടെ അമ്മയായ മേഗൻ സ്റ്റാൻലിയുടെ പേര് കണ്ടപ്പോൾ ഇതിന്റെ എല്ലാം രഹസ്യം തെളിയുന്ന എന്തോ ഒന്ന് മനസ്സിലായി. അയാൾ അപ്പോൾ തന്നെ ഓഫീസറിന്റെ കൂടെ അന്നയുടെ വീട്ടിലേക്ക് പോയി. കാറിന്റെ ഉള്ളിൽ വെച്ച് കൂടെയുള്ള ഓഫീസർ ജെറാൾഡിനോട് ചോദിക്കുന്നുണ്ട്, ഇതിൽ മേഗൻ സ്റ്റാൻലിക്ക് എന്താണ് ബന്ധമെന്ന്. അയാളോട് ജെറാൾഡ് പറഞ്ഞു, നീ കുറച്ചു നേരം കൂടെ കാത്തു നിൽക്ക്, അവിടെ എത്തിയാൽ എല്ലാം മനസ്സിലാവും. കുറച്ചു നേരത്തിന് ശേഷം ജെറാൾഡ് അന്നയുടെ വീട്ടിലെത്തിയിരിക്കുന്നു. അങ്ങനെ ജെറാൾഡ് ഡോർബെൽ അടിച്ചു. അപ്പോൾ അന്നയുടെ അമ്മയായ മേഗൻ ഡോർ തുറക്കുന്നു. നിങ്ങൾ ആരാണ്? ഞാൻ സീനിയർ പോലീസ് ഇൻസ്പെക്ടർ ജെറാൾഡ്. നിങ്ങളാണോ മേഗൻ സ്റ്റാൻലി? ആ, ഞാൻ തന്നെയാണ് മേഗൻ. പക്ഷെ എന്തു പറ്റി ഓഫീസർ? ബെറിക്ടൗണിൽ നടക്കുന്ന മർഡേഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഞാൻ ഉള്ളോട്ട് വന്നോട്ടെ? അങ്ങനെ അവർ രണ്ടുപേരും വീടിന്റെ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് ചോദിച്ചു, ഇന്നലെ വൈകുന്നേരം നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങളൊരു ഡോക്ടറിന്റെ അടുത്ത് പോയതായിരുന്നു. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും എന്റെ മോളും. ഡോക്ടർ റീതയുടെ അടുത്തേക്കാണോ? അവൾ ഒരു ചൈൽഡ് തെറപ്പിസ്റ്റ് അല്ലേ? ആ, എന്റെ മോൾ കുറച്ച് ദിവസമായി വ്യത്യാസമായി പെരുമാറുന്നുണ്ട്. അതുകൊണ്ട് ഡോക്ടർ റീതയെ കാണാൻ പോയതായിരുന്നു. ഇവിടെ നിങ്ങളുടെ മകളെ കാണുന്നില്ലല്ലോ. അവൾ സ്കൂളിൽ പോയതാണ്. ഓക്കെ, എനിക്ക് അവളുടെ റൂം കാണാൻ പറ്റുമോ?
അങ്ങനെ ജെറാൾഡ് അന്നയുടെ റൂമിൽ കയറി അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ജെറാൾഡിന് അന്നയുടെ ബെഡിന്റെ താഴെ ഒരു പഴയ മരത്തിന്റെ ബോക്സ് കിട്ടി. ഈ വുഡൻ ബോക്സ് നിങ്ങളുടേതാണോ? അല്ല, ഇത് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ വുഡൻ ബോക്സ് അന്നക്ക് ആ ക്ലൗൺ ഡോളിനെ കിട്ടിയ ആ ദിവസം കിട്ടിയതായിരുന്നു. ആ ക്ലൗൺ ഡോളിൽ ഒരു നോട്ട് ഉണ്ടായിരുന്നു. അതിൽ എഴുതിയിട്ടുണ്ട് ഐ മിസ്ഡ് യു കിഡു. പിന്നെ ആ നോട്ടിന്റെ പുറകിൽ ഒരു അഡ്രസ് കൂടെ ഉണ്ടായിരുന്നു. അവൾ ആ അഡ്രസ് ഫോളോ ചെയ്ത് അവൾ ഒരു പഴയ കോസ്റ്റ്യൂം ഷോപ്പിലെത്തി. അവൾ ഉള്ളിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഒരു കടക്കാരൻ ഉണ്ടായിരുന്നു. അയാൾ അന്നയെ കണ്ട ഉടനെ പറഞ്ഞു, വെൽക്കം മോളെ, വെൽക്കം മോളെ. അവൻ എപ്പോഴും പറയുമായിരുന്നു നീ തീർച്ചയായും ഒരു ദിവസം വരുമെന്ന്. എന്നിട്ട് അയാൾ ഉള്ളിൽ പോയി ഒരു വുഡൻ ബോക്സ് എടുത്ത് അന്നയുടെ അടുത്ത് കൊടുത്തു. അന്ന് മുതൽ ആ വുഡൻ ബോക്സ് അന്നയുടെ അടുത്തുണ്ട്. അവൾ ആരെയും കാണിക്കാതെ അത് അവളുടെ ബെഡിന്റെ താഴെ വെച്ചതായിരുന്നു. പക്ഷെ ജെറാൾഡിന്റെ കഴുകൻ കണ്ണ് അതിനെ കണ്ടുപിടിച്ചു. അയാൾ ആ ബോക്സ് ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിൽ വ്യത്യസ്തമായ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഫേസ് പെയിന്റ്, മേക്കപ്പ് സെറ്റ്, സർക്കസിലെ ക്ലൗണിന്റെ കോസ്റ്റ്യൂം, പിന്നെ ആ വ്യത്യസ്തമായ മേക്കപ്പ് ബലൂണും ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ജെറാൾഡ് നെട്ടിയിരുന്നു. പിന്നെ അതിൽ ഒരു വീഡിയോ ടേപ്പും ഉണ്ടായിരുന്നു. അവൻ അതെടുത്ത് ടിവിയിൽ ഇട്ടപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ തുടങ്ങി. ആ വീഡിയോയിൽ ഒരു സാധാരണ ക്ലൗൺ ഒരു ചെറിയ കുട്ടിയോടൊപ്പം സംസാരിക്കുകയായിരുന്നു. സർപ്രൈസ് സർപ്രൈസ്. എന്നിട്ട് ആ ക്ലൗൺ ആ കുട്ടിയെ എടുത്തു. എന്നിട്ട് അതിന്റെ കൂടെ കളിക്കാൻ തുടങ്ങി. അതിനുശേഷം അവൻ മാസ്ക് ഊരിയപ്പോൾ ജെറാൾഡ് ജെയിംസിനെ കണ്ടു. 10 വർഷം മുമ്പ് സൂയിസൈഡ് ചെയ്ത അതേ സീരിയൽ കില്ലർ. നിങ്ങൾക്ക് ജെയിംസിനെ അറിയാമായിരിക്കും അല്ലേ? ഇല്ലല്ലോ, എന്തേ? കറക്റ്റ് 10 വർഷം മുമ്പ് ജെയിംസ് എന്നൊരു സീരിയൽ കില്ലറിനെ പിടിച്ചിരുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് അന്ന് അവൻ മർഡേഴ്സ് ചെയ്തിരുന്നത്. പക്ഷെ അവൻ 10 വർഷം മുമ്പ് തന്നെ സൂയിസൈഡ് ചെയ്തിരുന്നു. പക്ഷെ ഓഫീസർ, ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? എനിക്കിതുമായിട്ട് എന്താ ബന്ധം? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 10 വർഷത്തിന് ശേഷം മർഡേഴ്സ് ചെയ്യുന്നത് അയാളല്ല, പകരം അയാളുടെ മകളാണ് ചെയ്യുന്നത്. വാട്ട് നോൺസെൻസ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഐ ആം സോറി, നിങ്ങളുടെ മകളല്ല, ജെയിംസിന്റെ മകൾ. ജെയിംസിന്റെ മകളോ? അതെങ്ങനെയാ നടക്കുക? അന്ന സ്റ്റീവിന്റെ മകളല്ലേ? ആ ചെറിയ കുട്ടി അന്ന തന്നെയാണോ? മാഗനും ജെയിംസും എന്താണ് ബന്ധം? Hello. Surprise surprise. ഗായ്സ്, നിങ്ങൾക്ക് ഞങ്ങളുടെ ദ ക്ലൗൺ വെബ് സീരീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 10 വർഷത്തിന് ശേഷം മർഡേഴ്സ് അയാളല്ല ചെയ്യുന്നത്, പകരം നിങ്ങളുടെ മകളാണ് ചെയ്യുന്നത്. വാട്ട് നോൺസെൻസ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഐ ആം സോറി, നിങ്ങളുടെ മകളല്ല, ജെയിംസിന്റെ മകൾ. ജെറാൾഡ് പറയുന്നത് കേട്ട് മാഗൻ ഞെട്ടിപ്പോയി. സത്യത്തിൽ അന്ന അഡോപ്റ്റഡ് ആയിരുന്നു. മാഗനും സ്റ്റീവിനും മക്കൾ ഉണ്ടാവുന്നില്ലായിരുന്നു. അതുകൊണ്ട് അവർ ഒരു ഓർഫനേജിൽ നിന്ന് അന്നയെ അഡോപ്റ്റ് ചെയ്തു. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു ഇതൊരു സീരിയൽ കില്ലർ ജെയിംസിന്റെ മകളാണെന്ന്. മാഗൻ എല്ലാ കാര്യങ്ങളും ജെറാൾഡിനോട് പറഞ്ഞു. അപ്പോൾ ജെറാൾഡ് മാഗനോട് പറഞ്ഞു അന്നയുടെ റിയൽ നെയിം ജെയിൻ എന്നാണ്. ഈ വീഡിയോ ടേപ്പിൽ ജെയിംസ് മറ്റാരോടൊപ്പവും അല്ല കളിക്കുന്നത്, സ്വന്തം മകൾ ജെയിനിന്റെ കൂടെ തന്നെയാണ്. ജെയിനിന്റെ റിയൽ മദർ, അതായത് ജെയിംസിന്റെ ഭാര്യയെയും ജെയിംസ് തന്നെയാണ് കൊന്നത്. ജെയിംസ് മെന്റൽ അസൈലമിൽ സൂയിസൈഡ് ചെയ്തപ്പോൾ ജെയിനിന് വെറും 3 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ജെയിനിനെ ഓർഫനേജിലാക്കിയിരുന്നു. അവിടെ നിന്നാണ് മാഗനും സ്റ്റീവും അഡോപ്റ്റ് ചെയ്തത്. എന്നിട്ട് അന്ന എന്ന് പേരിട്ടു. പിന്നീട് ജെറാൾഡ് മാഗനോട് ഇതും കൂടി പറഞ്ഞു, കഴിഞ്ഞ വൈകുന്നേരം ഡോക്ടർ റീത മരണപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ട മാഗന്റെ കിളി പോയി. പിന്നീട് ജെറാൾഡ് പറഞ്ഞു, അവളുടെ കേസ് ഫയലിൽ മാഗൻ സ്റ്റാൻലി എന്ന പേര് കണ്ടപ്പോഴാണ് എനിക്ക് അന്നയുടെ ഓർഫനേജ് പേപ്പറിന്റെ ഓർമ്മ വന്നത്. പക്ഷെ ഇപ്പോൾ പട്ടണത്തിൽ നടക്കുന്ന മരണവുമായി ഇതിനെന്താ ബന്ധം? കാരണം ക്ലിയർ ആണ്, അന്നയ്ക്ക് അവളുടെ ബുദ്ധിശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ആൻഡ് ഷീ ഈസ് മെന്റൽ. പിന്നെ അവളുടെ മരിച്ച അച്ഛൻ ചെയ്തതുപോലെ ആളുകളെ കൊല്ലുന്നു. ഈ മരിച്ച എല്ലാ ടീനേജേഴ്സും അവളുടെ സ്കൂളിൽ പഠിക്കുന്നവരാണ്. പിന്നെ ഡോക്ടർ റീതയുടെ മരണമാണെങ്കിൽ അന്നയെ കണ്ടതിന് ശേഷം പിന്നെ അവൾ ആരെയും കണ്ടിട്ടില്ല. സോ ഇതെല്ലാം അന്നയുടെ നേരെ തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷെ അവളൊരു ചെറിയ കുട്ടിയല്ലേ, അവൾ ഇതൊക്കെ എങ്ങനെ ചെയ്യാം? അത് അവളോട് തന്നെ ചോദിക്കേണ്ടി വരും. ഓഫീസർ, നമുക്ക് ഫീമെയിൽ ഓഫീസറിനെയും കൂട്ടി അന്നയുടെ സ്കൂളിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ജെറാൾഡ് അന്നയുടെ വീട്ടിൽ നിന്ന് അവളുടെ സ്കൂളിലേക്ക് പുറപ്പെട്ടു. ഇപ്പോൾ ജെറാൾഡ് കരുതുന്നത് അവൻ ഇപ്പോൾ എല്ലാ ക്ലൂസും കിട്ടിയിട്ടുണ്ട് എന്നാണ്. പക്ഷെ അന്നയുടെ വീട്ടിലെ ഗാർഡനിലുള്ള ആ ക്ലൗൺ ഡോൾ ഇതെല്ലാം അതിന്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അന്നയുടെ അമ്മ മാഗൻ വാതിലിന്റെ അടുത്ത് നിന്ന് കരയുകയാണ്. എന്നിട്ട് സ്റ്റീവിനെ വിളിച്ചു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സ്റ്റീവ് പെട്ടെന്ന് വാ. ജെറാൾഡിന് ഇപ്പോൾ എല്ലാം ക്ലിയർ ആയി വന്നിട്ടുണ്ട്. അവൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ഇതെല്ലാം ചെയ്യുന്നത് അന്ന തന്നെയാണെന്ന്. പക്ഷെ എന്നാലും അവന്റെ മനസ്സിൽ ഒരു സംശയമുണ്ട്. എന്തെന്നാൽ വെറും 13 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഇതെന്തു പറ്റി? അവൾ എന്തിനാണ് ഇത്രയും ഭയാനകരമായ പേടിപ്പെടുത്തുന്ന മർഡർ ചെയ്യുന്നത്? പിന്നെ ആ വുഡൻ ബോക്സ് അവളുടെ അടുത്ത് എങ്ങനെ എത്തി? അങ്ങനെ ജെറാൾഡ് തന്റെ ടീമുമായി അന്നയുടെ സ്കൂളിൽ എത്തിയിരിക്കുന്നു. പക്ഷെ അന്ന അവളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ എവിടെയും കാണുന്നില്ലായിരുന്നു. ജെറാൾഡിന്റെ ടീമിലെ ഒരു ഫീമെയിൽ ഓഫീസർ ഗേൾസ് വാഷ്റൂമിന്റെ ഉള്ളിൽ കയറിയപ്പോൾ അവിടെയുള്ള കണ്ണാടിയിൽ രക്തം കൊണ്ട് എന്തോ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. അത് എന്തെന്നാൽ ഹലോ സർപ്രൈസ് സർപ്രൈസ്. ആ ഫീമെയിൽ ഓഫീസർ അത് വായിച്ചപ്പോൾ തന്നെ ആ വാഷ്റൂമിന്റെ ഉള്ളിൽ നിന്നൊരു പെൺകുട്ടിയുടെ വ്യത്യസ്തമായ ചിരിയുടെ ശബ്ദം കേട്ടു.
ആ ശബ്ദം വരുന്നത് ഒരു ടോയ്ലറ്റിന്റെ ഉള്ളിൽ നിന്നായിരുന്നു. അപ്പോൾ ആ ഓഫീസർ ആ ടോയ്ലറ്റിന്റെ അടിയിലൂടെ നോക്കിയപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയുടെ കാൽ കാണുന്നു. പെട്ടെന്ന് ടോയ്ലറ്റിന്റെ വാതിൽ തുറന്നു. അത് ഓഫീസറിന്റെ തലയിൽ അടിച്ചു. അവൾ പുറകിലോട്ട് വീണു. അപ്പോൾ ഒരു പെൺകുട്ടി ചിരിച്ചുകൊണ്ട് ടോയ്ലറ്റിന്റെ പുറത്തേക്ക് വന്നു. അത് മറ്റാരുമല്ലായിരുന്നു, അന്ന തന്നെയായിരുന്നു. ഇപ്പോൾ അവളെ കണ്ടാൽ അവൾക്ക് മുഴുവനായിട്ടും ഭ്രാന്തായതുപോലെയാണ്. അവളുടെ മുഖത്ത് ഒരു ക്ലൗണിന്റെ മേക്കപ്പ് ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക തരം മേക്കപ്പ്. ഇപ്പോൾ അവൾ വളരെയധികം പേടിപ്പെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുന്നു. മർഡർ വിക്ടിംസിന്റെ അടുത്തുണ്ടായിരുന്ന അതേ മേക്കപ്പ് ബലൂൺസ് അന്നയുടെ കയ്യിലും ഉണ്ടായിരുന്നു. പിന്നീട് അന്ന അവളുടെ കയ്യിലുള്ള ആ കയർ കൊണ്ട് ആ ഫീമെയിൽ ഓഫീസറിന്റെ കഴുത്ത് മുറുക്കി കൊന്നു. എന്നിട്ട് ആ ബലൂൺ അവളുടെ കഴുത്തിൽ കെട്ടിയിട്ട് തൂക്കിയിട്ടു. അന്ന അതിനുശേഷം ഭ്രാന്തത്തികളെ പോലെ ചിരിക്കാൻ തുടങ്ങി. വാഷ്റൂമിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദം കേട്ട് ജെറാൾഡിന്റെ ടീം വാഷ്റൂമിന്റെ ഉള്ളിലേക്ക് പോയി. എന്നിട്ട് അവർ അന്നയെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അന്നയെ പോലീസ് സ്റ്റേഷനിലെ ഇന്ററോഗേഷൻ റൂമിൽ ഇരുത്തി കയ്യിൽ വിലങ്ങിട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും അവൾ ഭ്രാന്തത്തികളെ പോലെ ചിരിക്കുകയാണ്. അപ്പോൾ ജെറാൾഡ് ആ വുഡൻ ബോക്സുമായി ഇന്ററോഗേഷൻ റൂമിലെത്തി. എന്നിട്ട് അന്നയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അന്ന, നീ എങ്ങനെയാണ് റോബിനെയും ജോണിയെയും പിന്നെ ഡോക്ടർ റീതയെയും കൊന്നത്? പറയടി. പക്ഷെ അന്ന ഒന്നും പറഞ്ഞില്ല. അവൾ അപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിന്റെ അച്ഛൻ ജെയിംസിനെ പോലെ നിനക്കും വട്ടായിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ അന്നയുടെ മുഖത്തുള്ള ചിരി മാഞ്ഞുപോയി. എന്നിട്ട് അവൾ ജെറാൾഡിനെ വ്യത്യസ്തമായി നോക്കാൻ തുടങ്ങി. അപ്പോൾ ജെറാൾഡ് ആ വുഡൻ ബോക്സ് അന്നയുടെ മുന്നിൽ വെച്ചു. എന്നിട്ട് ചോദിച്ചു, ഈ വുഡൻ ബോക്സ് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? എന്നോട് പറയടി അന്ന, പറയടി. അന്ന അപ്പോഴും ഒന്നും പറഞ്ഞില്ല. അവൾ അവളുടെ വലിയ കണ്ണുകൾ കൊണ്ട് ജെറാൾഡിനെ നോക്കിക്കൊണ്ടേയിരുന്നു. ജെറാൾഡ് കുറച്ചു നേരത്തിന് പോലും ആ ചെറിയ പെൺകുട്ടിയെ ഒന്ന് പേടിച്ചുപോയി. അപ്പോൾ ജെറാൾഡിന്റെ ടീമിലെ ഓഫീസറിൽ നിന്നൊരു കോൾ വന്നു. എന്നിട്ട് ആ ഓഫീസർ പറഞ്ഞു, മാഗനും സ്റ്റീവും മരണപ്പെട്ടിരിക്കുന്നു. അവരുടെ മുഖത്തും ആ സെയിം ക്ലൗണിന്റെ മേക്കപ്പ് ഉണ്ട്. ഇത് കേട്ടപ്പോൾ ജെറാൾഡ് നെട്ടിപ്പോയി. നെട്ടിയിരിക്കുന്ന ജെറാൾഡിന്റെ മുഖം കണ്ട് അന്ന വളരെ ശബ്ദത്തിൽ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ജെറാൾഡിന് ഉറപ്പുണ്ടായിരുന്നു ആദ്യത്തെ ആ മർഡേഴ്സ് എല്ലാം ചെയ്യുന്നത് അന്നയാണെന്ന്. പക്ഷെ ഇപ്പോൾ മാഗനെയും സ്റ്റീവിനെയും കൊന്നത് ആരായിരിക്കും? അന്നയല്ലാതെ വേറെ ഒരു കില്ലറും കൂടെ ഉണ്ടോ? ജെറാൾഡിന് ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പോൾ അന്ന ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ഡാഡ് അവിടെ എത്തിയോ? ഹഹാ, ഇനി ആരെയും വെറുതെ വിടില്ല. എന്നിട്ട് അന്ന വട്ടായവരെ പോലെ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ അവളുടെ ചിരിയുടെ ശബ്ദം പോലീസ് സ്റ്റേഷൻ മുഴുവൻ കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ വുഡൻ ബോക്സിന് തീ പിടിച്ചു. അത് കത്താൻ തുടങ്ങി. പോലീസ് സ്റ്റേഷനിലെ ലൈറ്റ്സ് എല്ലാം മങ്ങി കത്താൻ തുടങ്ങി. തീയുടെ ആ ചെറിയ വെളിച്ചത്തിൽ അന്ന ആ തീയിൽ ആ പേടിപ്പെടുത്തുന്ന ക്ലൗണിനെ കണ്ടു. ആ ക്ലൗൺ ചിരിച്ചുകൊണ്ട് അന്നയ്ക്കൊരു ഹായ് പറഞ്ഞു. ഇപ്പോൾ ആ ക്ലൗണിന്റെ മുഖം ജെയിംസിന്റെ മുഖമായി മാറിയിരുന്നു. അപ്പോൾ അന്നയും ചിരിച്ചുകൊണ്ട് ജെയിംസിന്, അതായത് ആ ക്ലൗണിന് ഹായ് പറഞ്ഞു. എന്നിട്ട് അവർ രണ്ടുപേരും തമ്മിൽ നോക്കി ശബ്ദത്തിൽ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഗായ്സ്, ഇതായിരുന്നു ദ ക്ലൗൺ എന്ന സീരീസിന്റെ സീസൺ 1 ലാസ്റ്റ് എപ്പിസോഡ്. സീസൺ 2 വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക.